കണ്ടു കാണും അല്ലേ? എല്ലായിടത്തും പതാകയൊക്കെ എടുക്കുന്നത് നിങ്ങൾ കണ്ടു കാണും. നമ്മുടെ മദ്രസകളിലൊക്കെ മദ്രസ പോകുന്ന കുട്ടികളുടെയൊക്കെ അമ്മയെ നടന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ രാജ്യം ഒട്ടൊക്കെ ഈ ചടങ്ങ് നടക്കുകയാണ്. ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ദേശീയ പതാക ഉയർത്തുകയും ദേശഭക്തി ഗാനങ്ങൾ ആലപിക്കുകയൊക്കെ ചെയ്യുന്നത്. കുട്ടികളായ നിങ്ങൾക്ക് രാജ്യത്തോട് സ്നേഹമുള്ളവരായി വളരണം അല്ലേ? ദേശസ്നേഹമുള്ളവരായി നമ്മൾ വളർന്നു വരുന്നത്. ദേശീയ പതാകയെ ആദരിക്കാനും ബഹുമാനിക്കാനും നമ്മൾ വ്യത്യസ്ത മതത്തിലുള്ളവരാവും, വ്യത്യസ്ത ജാതിയിൽപ്പെട്ടവരാവും ഒക്കെ ആയിക്കോട്ടെ. പക്ഷെ നമ്മളെല്ലാം സഹോദരന്മാരാണ്. അതാണ് നമ്മുടെ പ്രതിജ്ഞയിൽ നമ്മൾ പറയുന്നത്, കേൾക്കുന്നത് അല്ലേ? അപ്പോൾ അത് മക്കളുടെ മനസ്സിലുണ്ടാവണം. സ്വാതന്ത്ര്യ ദിനത്തിന്റെ ചരിത്രങ്ങളൊക്കെ ടീച്ചർമാർ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ടാവും. ഇനി മുതിർന്ന ക്ലാസ്സുകളിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങൾ അതൊക്കെ മനസ്സിലാക്കും. അപ്പം എനിക്കൊന്നേ പറയാനുള്ളൂ, നല്ല മക്കളായി, ദേശസ്നേഹമുള്ള മക്കളായി, സ്നേഹമുള്ളവരായി വളർന്നു വരുന്ന ഒരു തലമുറയായി നിങ്ങൾ മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സ്വാതന്ത്ര്യദിനാശംസകൾ അറിയിക്കാൻ നമ്മുടെ ക്ഷണിക്കുന്നു. ഈ വിദ്യാലയത്തിൽ കൂടുതൽ വിദ്യാർത്ഥികളായിരുന്നു വാർഡുകൾ സ്വാതന്ത്ര്യ ദിനാശംസകൾ അത് തന്നെയാണ് ഈ അഖണ്ഡത നമ്മുടെ ഭാരതത്തിൻ്റെ ഈ അഖണ്ഡത അതുപോലെ ചെറിയ കൊണ്ട് ഇവിടെ കയ്യിൽ നൽകിയിരുന്ന ആൾക്കാരാണ് ഇപ്പോൾ വലിയ ആൾക്കാരായി നമ്മുടെ വിദ്യാഭ്യാസത്തായിട്ടും വാർഡുകളായിട്ടും വന്നത്. അധികം താമസിക്കാൻ നിങ്ങൾ മനസ്സിലായി വരും. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാനുള്ള കടമ അത് മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ള ഈ സ്വാതന്ത്ര്യം മതത്തിൻ്റെയും പേരിൽ മതത്തിൻ്റെ പേരിലും ഭാഷയുടെ പേരിലും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചറ വീടിയിട്ട് നമുക്കുള്ള ഈ സ്വാതന്ത്ര്യം കിട്ടാനുള്ള ഒരു പ്രവർത്തനവും ഉണ്ടാവുക